ഞാൻ ചർച്ചയിലേക്ക് വരും മുൻപ് ഇന്ന് പാകിസ്ഥാന്റെ ദേശീയ അസംബ്ലിയിൽ ഒരു MP പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. जब भी गई है तो गोल्ड मेडल लेके आई है एक्सरसाइज में करें. तो इसलिए जनाब स्पीकर ये बात वाजा कर देनी चाहिए, हमारी कौम यकजा है. मैं इन सब से कहूंगा कि मिल के चलो और अपने रब से रजू करो. रब काबा, हम तेरे आगे दरख्वास्त करते हैं, इस मुल्क की हिफाजत फरमाना जो तूने हमें अता किया है, और ये नबी सल्लल्लाहु अलैहि वसल्लम की दुआओं का है. आपने कायदे आजम को इंग्लैंड में मुलाकात की, ख्वाब में आए और उनको कहा कि जाओ वापस और जाके पाकिस्तान का मामला हल करो. आप खान कलात को ख्वाब में आके ये हुक्म दिया कि तुमने पाकिस्तान की सरना ये मुल्क बन के रहेगा और तुमने तो ये ऐसा बड़ा मौजज़ा है कि अल्लाह पाक ने ये हमें अता किया है और अल्लाह पाक इस मुल्क के മോഹൻപിള്ള ഇത് അവിടുത്തെ MP മാത്രമല്ല, അദ്ദേഹം മുൻ പാകിസ്ഥാൻ ആർമി ഓഫീസറാണ്, മേജർ താഹിർ ഇക്ബാൽ. കരയുകയാണ്, പാകിസ്ഥാന്റെ അവസ്ഥയോർത്ത് കരയുകയാണ്. അങ്ങനെ വിവേകമുള്ള കുറച്ച് മനുഷ്യരെങ്കിലും ആ നാട്ടിലുണ്ട്. പക്ഷെ അത് അസീം മുനീറിന് മനസ്സിലാവില്ല, അത് പാക് പട്ടാളത്തിന് മനസ്സിലാവില്ല, അത് ഖ്വാജ ആസിഫിന് മനസ്സിലാവില്ല. ഈ പറയുന്നത് കൊണ്ടും തീരാതെ പിന്നെയും ഇന്നലെ രാത്രി അവരുടെ ഡ്രോണും മിസൈലും നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ലക്ഷ്യം വെച്ചു എന്ന് പറയുമ്പോൾ എന്തിനുള്ള ഒരുക്കമാണ് താങ്കൾ പറയും പോലെ ടെററിസ്ഥാൻ? ബ്രിഗേഡിയർ മോഹൻപിള്ള. ടെററിസ്ഥാൻ ഇപ്പം തന്നെ വളരെ വ്യക്തമായിട്ട് ആ MP-യുടെ വാക്കുകളിൽ സ്പഷ്ടമാണ്. വസീർ ആസമിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. വസീർ ആസമിനെ കണ്ടു, അതായത് പ്രൈം മിനിസ്റ്റർ. ബട്ട് ഹിയർ ദ ടെററിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഒരു വൈസസ്റ്റ് ഫൂൾ. ഈവൻ ഇഫ് ഹി വാണ്ടഡ് ടു സ്റ്റോപ്പ് ദ വാർ, ഹി കാണ്ട്. വൈ? ബിക്കോസ് ഓഫ് ജിഹാദി ജനറൽ. ആ ജിഹാദി ജനറൽ എന്ന് പറയുന്ന ആഭാസൻ ഉള്ളിടത്തോളം കാലം നമുക്കറിയാമല്ലോ, ചില രാജ്യങ്ങളിലൊക്കെ യുദ്ധവെറിയന്മാരുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗദ്ദാഫി, അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ടല്ലോ. അതിലൊക്കെ വേഴ്സ്റ്റായിട്ട് കാറ്റഗറിയിലോട്ട് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരാളായിരിക്കും ഈ ജിഹാദി ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ അവർ ഈ അടി എരന്നു വാങ്ങിയതാണ്. നമ്മൾ പല പ്രാവശ്യം മൈൻഡ് ചെയ്യാതെ അതിലോട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട. നമ്മൾ പറഞ്ഞു ഇനഫ് ഈസ് ഇനഫ്. വി ആർ നോട്ട് ഗോയിങ് ടു ഹാം യു, വി ആർ നോട്ട് ഗോയിങ് ടു ഹാം യുവർ സിവിലിയൻസ്, വി ആർ നോട്ട് ഗോയിങ് ടു ഹാം യുവർ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ്, വി ആർ നോട്ട് ഗോയിങ് ടു ഹാം എനിബഡി ബീയിങ് എ നെയ്ബറിംഗ് country as such. But you people are not at all behaving in such a way. If you are attacking, we don't have any other option other than giving a befitting reply, nothing less than that. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അത് നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. കാര്യം ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇന്നലെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞു, യെസ്റ്റർഡേ നൈറ്റ് ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അതുപോലെ തന്നെയായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നുണ്ട്. അവർ മിലിറ്ററി ടാർഗറ്റാണ് എയിം ചെയ്യുന്നത്. കാര്യം ഒരു ഇന്റർനാഷണൽ മീഡിയയിൽ ഐ ജസ്റ്റ് ഗോൺ ത്രൂ ഇറ്റ്. അന്നേരം അവർ പറയുന്നത് ദ വേ വിച്ച് വി ആർ എയിമിംഗ് ദ ടെററിസ്റ്റ് ക്യാമ്പ്, സിമിലർലി ദേ സെഡ് ദേ ആർ ഗോയിങ് ടു എയിം ദ മിലിറ്ററി ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഓഫ് കോഴ്സ് അതിനകത്തൊരു റിലയബിലിറ്റി ഉണ്ട്, ആ ഒരൊറ്റ പോയിന്റിലുള്ള റിലയബിലിറ്റി ഉണ്ട്. ബിക്കോസ് അവർ എയിം ചെയ്തത് ജാംനഗർ ആണെങ്കിലും, അവർ എയിം ചെയ്തത് കച്ച് ആണെങ്കിലും, ഭുജ് ആണെങ്കിലും, അവർ എയിം ചെയ്തത് ഗുരുദാസ്പൂർ ആണെങ്കിലും, അവർ എയിം ചെയ്തത് ഈവൻ ബഠിൻഡ ആണെങ്കിലും, അല്ലെങ്കിൽ ചണ്ഡീഗഡ് ആണെങ്കിലും, എനിവേ ആ ഡൽഹിയിൽ ഇത് വന്നിട്ടില്ല, റെസ്റ്റ് പഠാൻകോട്ട് ആണെങ്കിൽ, ഇതെല്ലാം ഈവൻ ടുവാർഡ്സ് ശ്രീനഗർ, അത് എന്ത് തന്നെയാണെങ്കിലും ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ ഒരുപാടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അവരത് പറയുന്നത് ഞങ്ങൾ ആർമിയെയാണ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്, ഡിഫൻസിനെയാണ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. ബട്ട് ലൈൻ ഓഫ് കൺട്രോളിൽ രണ്ട് സൈഡിലും ഹെവി ആർട്ടിലറി ഷെല്ലിംഗ് ആണുള്ളത്. ആർട്ടി ഷെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെല്ല് തന്നെ. അതുകൊണ്ടാണ് മാക്സിമം രണ്ട് സൈഡിലും കാഷ്വാലിറ്റി, അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ചില കാഷ്വാലിറ്റീസ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അവർ ഈവൻ എയിം ചെയ്യുന്നത് അമൃത്സറിലെയാണ്. അതെന്താണ് അമൃത്സറിൽ? ബേസിക്കലി അമൃത്സറിൽ ഗോൾഡൻ ടെമ്പിൾ, അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം ആ ഒരു ആംഗിളിലുള്ള ഇത് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മളൊക്കെ വളരെ സൈലൻ്റ് ആയിട്ട്, നമ്മൾ ഇംപ്ലിക്കേഷൻസ് കൂടുതൽ അറിഞ്ഞ് ഉച്ച കഴിഞ്ഞതിന് ശേഷമാണെന്നേ. വി വെയർ ഓൾ സ്ലീപ്പിംഗ് വിത്ത് സൗണ്ട് സ്ലീപ്പ് റാദർ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എക്രോസ് എന്താണ്, ഇവിടെ എന്താണ്. ഇവിടുത്തെ ഡിഫൻസ് ഫോഴ്സസിൻ്റെ കേപ്പബിലിറ്റീസിനെ കുറിച്ചിട്ട് ഇപ്പോൾ എൻ്റയർ വേൾഡ് കമ്മ്യൂണിറ്റിക്ക് യാതൊരു സംശയവുമില്ലാത്ത ഒരവസ്ഥയാണ്. സുദർശന ചക്ര അല്ലെങ്കിൽ സുദർശൻ എന്ന് പറയുന്ന ആ ഒരു ഡിഫൻസ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്, അത് ചൈനയുടെ ഡിഫൻസ് സിസ്റ്റത്തിനെ ടാർണിഷ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലുള്ള ഒരു സന്ദേശം തന്നെയാണ്. എന്താണ് ആ സന്ദേശം? അത് ഞാൻ പറയുന്നില്ല, അത് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് വായിച്ചെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ
അതായത് ഇത് നമ്മൾ അതിനാണ് ഞാൻ എല്ലാ ചർച്ചയിലും പറയുന്നത് വി ഷുഡ് നോട്ട് ഫോർഗെറ്റ് അബൌട്ട് ദ റോൾ പ്ലേഡ് ബൈ ദ റഷ്യയുടെ യോഗ്യതാൻ എന്താണ് ഡിഫൻസ് ഫോഴ്സസിൽ എന്നുള്ളത് ഡിഫൻസിനെ കുറിച്ച് അറിയാവുന്നവർക്ക് എല്ലാവരും അറിയാം, പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് ആരെങ്കിലും സൈഡ് ലൈൻ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ്. ബിക്കോസ് നമ്മൾ ഇന്ന് ഈ ലെവലിൽ ഡിഫൻസ് കേപ്പബിലിറ്റിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റഷ്യ കാരണമാണ്. അത് കാരണമാണ് ഇന്ന് ഒരൊറ്റ മിസൈൽ പോലും ഇന്ത്യൻ ബോർഡർ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരാതിരുന്നതിൻ്റെ മുഖ്യ കാരണം. ഏതാണ്ട് 600 കിലോമീറ്ററിൽ വെച്ച് ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്യുകയും 400 കിലോമീറ്റർ വരുമ്പോൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സെൻസർ വർക്ക് ചെയ്ത് വരുന്നതിന് മുമ്പ് തന്നെ ബൈ എയറിൽ ന്യൂട്രലൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. What we achieved from where and we reached how far. അതുമായി യാതൊരു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് അതുമായി യാതൊരു താരതമ്യവും ഇല്ല. അങ്ങനെ താരതമ്യപ്പെടുത്തിയാൽ അതിനെ പറയേണ്ടി വരിക ഹിമാലയൻ മലനിരകളും ഒരു മൊട്ടക്കുന്നും എന്നൊക്കെ പറയാൻ കഴിയുള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ